ഏത് യാത്രയുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക എന്നുള്ളതാണ്, ഭംഗിയായിട്ട് തിരിച്ചെത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോകുന്നിടത്ത് മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക, നല്ല അനുഭവത്തിലൂടെ കടന്നു പോവുക. എൻ്റെ ജീവിതത്തിലെ യാത്രകൾ എടുത്താൽ 10-30 വർഷത്തെ യാത്രകൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോളോ ആയാലും ഫ്രണ്ട്സ് സർക്കിളിലായാലും കൂടാതെ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാമിലിയോടൊപ്പമുള്ള യാത്രകൾ. ആര് വിളിച്ചാലും യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് ഞാൻ. ഈ യാത്ര അരുണിനോടൊപ്പവും കൃഷ്ണനോടൊപ്പം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിൽ 4 സ്പോട്ടുകളാണ് ഞങ്ങൾ സന്ദർശിച്ചത്. പിന്നെ നോർമൽ കാഴ്ച കണ്ടുള്ള യാത്രയാണ്, പക്ഷേ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. പിന്നെ എല്ലാം ഞങ്ങളുടെ യാത്ര സ്വന്തം അനുഭവങ്ങളാണ് പരസ്പരം ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം വാല്യുബിളായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്ക് കിട്ടിയെന്നുള്ളത് അത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ യാത്രകളും അനുഭവങ്ങളും പഠനവുമാണ് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങളും പുതിയ അറിവുകളും സമ്മാനിച്ച യാത്രയാണ്. തിരിച്ച് എന്നിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അത് അവരെങ്ങനെയാണത് അവരുടെ ജീവിതത്തിൽ വിനിയോഗിക്കണം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണത് പ്രയോജനപ്പെട്ടെന്നുള്ളത് അത് അവരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഭംഗിയായിട്ട് തിരിച്ചെത്തി എന്നുള്ളത് ആണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ മൂവാറ്റുപുഴ വഴി വണ്ണപ്പുറത്തുള്ള ആ വ്യൂ പോയിൻറ്റ്, തൊട്ടപ്പുറത്തുള്ള ഒരു വെള്ളച്ചാട്ടം, ആനടിക്കുത്ത് വെള്ളച്ചാട്ടമെന്നും ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടമെന്നും പറയാറുണ്ട് ഈ വെള്ളച്ചാട്ടത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേര്യമംഗലത്തേക്ക് പോയി. അവിടെ നിന്ന് നേരെ പോയത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതുകൂടാതെ ഇടുക്കിയെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. തൊട്ടപ്പുറത്ത് വേറൊരെണ്ണമുണ്ട്, അത് സന്ദർശിക്കാനുള്ള സമയം കിട്ടില്ല. അത് നേര്യമംഗലം പാലത്തിന് അവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറി വാളറ ഫോറസ്റ്റ് ഓഫീസ്, അവിടെ നിന്ന് നേരെ മുകളിലേക്കൊരു റോഡുണ്ട്. അത് പോകുന്നത് നേരെ മാമലക്കണ്ടമാണ്. അതുകൂടാതെ ഇരുമ്പുപാലം വഴിയും പോകാം. പക്ഷേ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ, അത് ഈ റൂട്ട് താഴെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 6 മൈൽ എന്നാണ് എൻ്റെ ഒരു അറിവ്. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ വരും. അതുകൂടാതെ അവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച കിട്ടും. പിന്നെ അവിടെ ഒരു നൈറ്റ് തങ്ങണോ അതിന് പറ്റിയൊരു ഇടമുണ്ട്, അതാണ് സ്കൈ ഫാൾസ് വില്ല. അവിടെ തങ്ങിക്കൊണ്ട് അവിടെ കുളിക്കുകയും ചെയ്യുക, കാരണം തൊട്ട് പുറകിലൊരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയാൻ പാടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളായിട്ട് ഇത് പങ്കുവെക്കുന്നു. അതുകൂടാതെ അവിടെ നിന്നുള്ള യാത്ര തുടർന്നത് നേരെ കുട്ടമ്പുഴ വഴി തട്ടേക്കാട് നേരെ തിരിച്ച് വീട്ടിൽ. മനോഹരമായ ഒരു യാത്ര അനുഭവമായിരിക്കാം. കൂടെ വന്നവർക്ക് എങ്ങനെയെന്ന് അറിയില്ല, പക്ഷേ നല്ലതായാലും ദോഷമായാലും അത് പുതിയ അറിവായിരിക്കും അവർക്ക്. ഇതാണ് ആ സ്റ്റേ ചെയ്യാൻ പറ്റിയ വില്ലാസ്. ഏതായാലും നല്ല വ്യൂ ആണ്, അധികം വീടുകളൊന്നുമില്ല, അത്യാവശ്യം അടിച്ചു പൊളിക്കാം. പിന്നെ ദൂരക്കാഴ്ചകളും നല്ല ഭംഗിയാണ്, അവിടെയൊക്കെ പോയി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ശല്യമില്ല. പിന്നെ തൊട്ട് പുറകിൽ ഒരു 100 മീറ്റർ അപ്പുറം ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്, അവിടെ കുളിക്കാം. അപ്പോൾ എന്തുകൊണ്ടും അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്പറൊന്നുമില്ല, ഇത് സെർച്ച് ചെയ്താൽ മതി, ഈ പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി.